കോരി പിടിക്കാനേ ശ്രമിക്കുന്നത്, പക്ഷേ കോരുമ്പോൾ കിട്ടുന്നില്ല. നമ്മുടെ ഹംസാക്കാൻ്റെ കൂടെ ഇന്ന് നമ്മൾ കഞ്ഞിപ്പുരയിലുള്ള ഒരു ഫാമിലേക്ക് വരാലുകളെ പിടിക്കാൻ പോയിരുന്നു കേട്ടോ. ആ പോയ സമയത്ത് നമ്മൾ ഈ വരാലുകളെ പിടിക്കുന്ന ഫിഷിംഗ് വീഡിയോ ഒക്കെ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ അതെല്ലാം നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നു. മറിച്ച് പല ഫാമുകളും നമ്മൾ പോയിട്ടുണ്ടെങ്കിലും പല കർഷകരും പല രീതിയിൽ മീൻ വളർത്തുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ കാണുന്ന ഈ ടാങ്കുകളുണ്ടല്ലോ, ഈ ടാങ്കുകളുടെ മേക്കിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1,10,000 രൂപയാണ് ഓരോ റൗണ്ട് ടാങ്കുകൾക്കും ചിലവ്. അതും 25,000 ലിറ്റർ വാട്ടർ കപ്പാസിറ്റി ഓരോ ടാങ്കുകൾക്കുള്ള കേട്ടോ. അപ്പോൾ ഈ ടാങ്കിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്, അതുപോലെ തന്നെ ഈ മീൻ വളർത്തലിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇവിടുത്തെ മീൻപിടുത്തത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ പേരെന്തായിരുന്നു? അബ്ദു, കഞ്ഞിപ്പുര ലൊക്കേഷൻ അല്ലേ? ഓക്കെ. അബ്ദുക്ക, ഇവിടെ ഇപ്പോൾ ടോട്ടൽ എത്ര? 6 ടാങ്ക് അല്ലേ? നമുക്ക് ഈ ആദ്യം തന്നെ അറിയേണ്ടത് ഈ ടാങ്ക് എങ്ങനെയാണ്, മെറ്റീരിയൽ എന്താണ്? കോൺക്രീറ്റ് ആണത്? കോൺക്രീറ്റ് അല്ല, ഫുള്ള് കമ്പിയും നെറ്റ്, സ്റ്റീൽ നെറ്റ് ഉപയോഗിച്ചിട്ട് സിമെന്റ് പ്ലാസ്റ്റർ ചെയ്ത് സിമെന്റ് ഗ്രൗട്ട് ചാന്ത് വലിച്ചതാ. ചാന്ത് വലിച്ചിട്ട് ഇങ്ങനെ ചെയ്തല്ല, അല്ല മെറ്റൽ ഉപയോഗിച്ചില്ല. അടി മാത്രം മെറ്റല്, അടി മാത്രം കോൺക്രീറ്റ് ചെയ്ത്, അടി ചട്ടി പോലെ ആ ഒരു ഷേപ്പിലെ സിമെന്റ് ചട്ടിയാണ് അടിയിൽ. സൈഡ് മൊത്തം നെറ്റ് വെച്ച് കമ്പിട്ടിട്ട് നെറ്റ് 2 റൗണ്ട് നെറ്റ്, പിന്നെ സിമെന്റ് ഇങ്ങനെ തേച്ച് സിമെന്റ്. ഈ നെറ്റ് 2 ഐറ്റം ഉണ്ട്. 1 ഇഞ്ചിലെ നെറ്റ് ആദ്യം കെട്ടിയിട്ട്, പിന്നെ വളരെ അരിപ്പ മോഡലുള്ള നെറ്റ്, സ്റ്റീൽ നെറ്റ് കെട്ടിയിട്ട് 2 സെറ്റ് കെട്ടി, അതിന് മേലെ സിമെന്റ് ചാന്ത് വലിച്ച് ഇട്ട് സെറ്റ്. അങ്ങനെ ഒരു ടാങ്കിന് ഏകദേശം എത്രത്തോളം? ടാങ്ക് സിമെന്റ് വർക്കും കോൺക്രീറ്റ് മാത്രം 1.10 കോസ്റ്റ് ഉണ്ട്. അതില് പിന്നെ ഇതിൽ ഓരോന്നിനും മോട്ടോർ വെച്ചിട്ടൊന്നുമില്ലല്ലോ, ഫിൽട്രേഷനോ വേറെ സംവിധാനങ്ങളോ ഒന്നുമില്ല, സെപ്പറേറ്റ് ഇല്ല. അതുകൊണ്ട് ഒരു ടാങ്കിന് കോസ്റ്റ് വന്നത് 1.10. 20 വർക്കും നെറ്റ് വർക്ക് വേറെ. അതല്ല, ടാങ്ക് മാത്രം വെള്ളം നിർത്താനുള്ള സെറ്റപ്പിലേക്ക് 1.10 വന്ന്. അത് 25,000 ലിറ്റർ കപ്പാസിറ്റി അല്ലേ? എന്നാണ് ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ മീൻ വളർത്തൽ? ഇപ്പൊ ഈ മീനുകളൊക്കെ ഇട്ടിട്ട് ഇപ്പൊ എത്രയായി? ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്ത് ആഗസ്റ്റിലാവും. അപ്പൊ ഈ ഓഗസ്റ്റ് ആകുമ്പോഴത്തിന് 1 വർഷമായി. അപ്പൊ ഏകദേശം ഒരു 10 മാസം ആ റേഞ്ച് ഒക്കെ ആയില്ലേ? ഇപ്പൊ ഇങ്ങനെ വിളവെടുപ്പ് ഇപ്പൊ ഈ 1-2 ടാങ്കിൽ നമ്മൾ മീൻ കണ്ടില്ല, 6 മാസത്തിൽ ചെയ്തതാണ്. ഇനി ബാക്കി വിളവെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് അങ്ങനെ കൊടുക്കുന്ന രീതി ചില ദിവസങ്ങളിൽ വാട്സാപ്പ് കൂടി അങ്ങനെ ചില ദിവസമായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലേ. ഒരു ടാങ്കിന് ഏകദേശം 1,10,000 രൂപയോളം ചെലവ് വന്നിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ പല ആൾക്കാരും റൗണ്ട് ടാങ്ക് സെറ്റ് ചെയ്യുന്നത് അതിലും കുറഞ്ഞ ഇതിലല്ല, നമ്മള് പടുത പോലുള്ള മെറ്റീരിയലും മെഷും വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഇത് ചെയ്യാനുള്ള കാരണം? 55-60 ചെലവാണ് പറയുന്നത്. 55-60 റേഞ്ച് വരുന്നുണ്ട്. അപ്പൊ ഇത് അതിന്റെ ഡബിൾ വന്നാലും ഇതിന്റെ ലൈഫ് അത് ദാർപ്പായ കംപ്ലൈന്റ് പല പ്രശ്നങ്ങളും പ്രശ്നം പലതും വരുന്നുണ്ട്. ഇതാകുമ്പോൾ ലൈഫ് നമുക്ക് കിട്ടുന്നുണ്ട്. 30 വർഷം അവർ വാറന്റി തന്നെ പറയുന്നുണ്ട്. ഇത് ചെയ്തു തരുന്ന ടീം 30 വർഷം വാറന്റി, ലൈഫ് വാറന്റി. അതിനിടയിൽ എന്ത് സംഭവിച്ചാലും അവർ വന്ന് ക്ലിയർ ആക്കി തരും, വല്ല പ്രോബ്ലം വന്നാൽ. അങ്ങനെ ലോങ് ടൈം ആയിട്ട് നമ്മൾ മത്സ്യകൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് കുഴപ്പമില്ല. പക്ഷെ ഇനീഷ്യലി ഇൻവെസ്റ്റ്മെന്റും വലിയ എമൗണ്ട് വരും. കാരണം ടാങ്ക് മാത്രമാണ് വരുന്നത്, പിന്നെ ഇതിൽ എയറേഷനോ ഫിൽട്രേഷനോ വേറെ വരും. പിന്നെ ഇതിന് മുകളിൽ നിങ്ങൾ ഈ ഒരു സെറ്റപ്പ് ചെയ്തത് വേറെ ചെലവാണ്. 15 രൂപയോളം ഒന്നിന് വരെ ചെലവ് വരും. ഓക്കെ. ഇത് ഈ 1.10 ഇതിൽ ഈ ഡ്രെയിനേജ് അടക്കം ഇതിന്റെ ഇടയിലുള്ള പൈപ്പ് ഇല്ല. അതിന്റെ ഉള്ളിൽ നിന്ന് വേസ്റ്റ് വെള്ളം ഇതുവരെ വിടും. പിന്നെ ഈ സംവിധാനം അതിലില്ല. പിന്നെ നമ്മൾ എക്സ്ട്രാ കണ്ടാലേ. ഇത് നമുക്ക് പല ഏരിയക്ക് അനുസരിച്ചാണ് ചെയ്യേണ്ടത്. ഇത് വെള്ളം തുറന്ന് നമുക്ക് പറമ്പൊക്കെ എവിടെക്കെങ്കിലും വിടുകയാണെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല, നേരിട്ട് പോയിക്കോളൂ. ഇവിടെ ഇങ്ങനെ കൃഷി തെങ്ങ് വായ അതൊക്കെ നനക്കാൻ ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് വെള്ളം ആ സമയത്ത് എന്ത് ചെയ്യും, നേരെ അടിച്ച് ഇതിക്ക് ഫില്ല് ചെയ്യും. കുഴൽ കിണറിന് വെള്ളം ഇങ്ങോട്ട് ഫില്ല് ചെയ്യുമ്പോൾ പലരും പറയാറുണ്ട് കുഴൽ കിണറിലെ വെള്ളത്തിൽ ഡയറക്റ്റ് മീൻ വളർത്തി കഴിഞ്ഞാൽ അതിന് നമ്മൾ ഫിൽട്രേഷൻ വെച്ചിട്ടുണ്ട്. വെള്ളം ഫിൽട്ടർ ചെയ്തിട്ടാണ് ഇതിക്ക് വിടുന്നത്. ഫിൽട്ടർ ചെയ്യാൻ വേറെ സംവിധാനം ഉണ്ടല്ലേ? ഓക്കെ. അത് കുഴൽ കിണറിലെ വെള്ളം ഫിൽട്ടർ ചെയ്യാൻ, അല്ലാതെ ടാങ്കിലെ വെള്ളം ഫിൽട്ടർ ചെയ്യുന്ന പരിപാടി ഇല്ല. ടാങ്ക് രണ്ടും ഫിൽട്ടർ ചെയ്തിട്ടാണ്. ഈ വെള്ളം തന്നെ ഫിൽട്ടർ ചെയ്തിട്ട് ഇതിക്ക് വിടാനുള്ള സംവിധാനമുണ്ട്. കോയൽ വെള്ളം ഫിൽട്ടർ ചെയ്തിട്ട് ഇതിക്ക് വിടും. ഓക്കെ, അങ്ങനെ ഉണ്ടല്ലേ. അപ്പൊ ഈ വെള്ളം ഇങ്ങനെ ഡ്രൈനേജ് വഴി പോയിട്ട് പുറത്ത് സ്റ്റോർ ചെയ്യുന്ന സ്ഥലം സ്റ്റോറേജ് ഉണ്ട്. നമുക്ക് പോയി നോക്കിയാലോ? 40,000 ലിറ്ററിന്റെ. നമുക്ക് നോക്കതെ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇനി കുറച്ച് കാര്യങ്ങളൂടെ നടന്ന് കാണാം. ഇവിടെ ഇത് ആണ് ഫിൽട്രേഷൻ അല്ലേ? ഇത് കുഴൽക്കിണറിലെ വെള്ളം നേരിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇവിടെ CCTV അതുപോലെ തന്നെ ഒരു സ്റ്റോർ റൂം കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ടല്ലേ? ആരും കയറില്ല, ഫുൾ ലോക്കാണല്ലേ? ഓക്കെ. അപ്പൊ പിന്നെ ഇങ്ങോട്ട് നമ്മുടെ വീടും പരിസരവും കാര്യങ്ങളും ഇതിനോട് ചേർന്നിട്ട് തന്നെ അല്ലേ?
ഓക്കെ, ഫാമിനോട് ചേർന്നിട്ട് ഇവിടെ തന്നെ വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനം. ഇത് നമ്മുടെ ഫാമിൽ നിന്ന് ഓരോ ടാങ്കുകളിൽ നിന്നും ഡ്രൈനേജ് വഴി വരുന്ന വെള്ളമാണിത് അല്ലേ? എന്നിട്ട് ഇവിടുന്ന് വെള്ളം ഫിൽറ്റർ, അപ്പോൾ ഇവിടെ മോട്ടർ ഇട്ടിട്ട് വേറെ ടാങ്ക് വെച്ചിട്ട് കയറ്റിയിട്ട് അതിന് പിന്നെ ഫിൽറ്റർ ചെയ്തിട്ട് ടാങ്ക് തിരിച്ച് മീൻകുയിലെത്തുള്ളൂ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മളൊരു റാസ് സിസ്റ്റം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അതിന്റെ ഒരു ചെറിയൊരു പ്രവർത്തനം കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. നടക്കുന്ന സമയത്ത് ഡയറക്റ്റ് നനക്കുക കൊയ്യുന്ന ഡയറക്റ്റ് വെള്ളം എന്ത് ചെയ്യും ഫിൽറ്റർ ചെയ്തിട്ട്. ഇപ്പൊ നമ്മള് ഇവിടെ വളർത്തിയാല് വരാല് മാത്രമാണോ വളർത്തിയാല്? വേറെ ഒന്നും നോക്കില്ല അല്ലേ? വെള്ളത്തിന്റെ pH, അമോണിയ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പ്രോബ്ലം വന്നില്ല. വെള്ളം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. പറഞ്ഞമാര് ആഴ്ചയിൽ എന്ത് ചെയ്യും ഒരു ദിവസം വെച്ചിട്ട്. അപ്പൊ ആഴ്ചയിൽ ഒരു വീക്കില് എല്ലാ വീക്കിലും ഓരോ കുയ്യിന്ന് വെള്ളം 1/3 ഭാഗം മാറ്റി കൊടുക്കണം. 1/3 ഭാഗം മാറ്റി കൊടുക്കണം. എന്നിട്ട് കോമൺ ആയിട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. വരാലായതുകൊണ്ട് പിന്നെ പൊതുവെ ബുദ്ധിമുട്ടില്ല. മറ്റു തിലാപ്പിയോ മറ്റു മത്സ്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഡെയിലി മോണിറ്ററിങ് കാര്യങ്ങളൊക്കെ ആവശ്യമില്ല. അഥവാ എന്തെങ്കിലും തീറ്റയുടെ പ്രശ്നം കാണിക്കുകയാണെങ്കിൽ മാത്രം ചെയ്യും, അന്ന് ആ കുയിലെ വെള്ളം ഒഴിവാക്കി പുതിയ വെള്ളം കൊടുക്കും. അങ്ങനെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷെ വരാലായതുകൊണ്ടായിരിക്കാം ഒരു ബുദ്ധിമുട്ട് കാണിക്കാത്തത്. മറ്റു മീനുകൾ ചിലപ്പോൾ പെട്ടെന്ന് ഡെയിലി എന്ത് ചെയ്യും നമ്മള് വേറെ ആ പൈപ്പ് ഉണ്ടല്ലോ അവിടെ കണ്ട ആ പൈപ്പ് ഊരി കഴിഞ്ഞാല് ഇതിന്റെ വേസ്റ്റ് കാഷ്ടം ഒക്കെ ഡ്രൈനേജ് വഴി ഒരു 3 മിനിറ്റോളം വെള്ളം നീ ആ പൈപ്പ് തുറന്നു വിടും. അപ്പൊ ആ വേസ്റ്റ് പോയി കഴിഞ്ഞാൽ വെള്ളം തെളിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതാണ്ട് വീഡിയോയിൽ കൂടി കാണിക്കാം. ഒന്ന് നോക്കല്ലേ, ഒന്ന് പോയി. ഈ ഒരു ടാങ്കിലെ ഡ്രൈനേജ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കല്ലേ. ഇത് ഡെയിലി എല്ലാ സീസണിലും ഇതേപോലെ ചെയ്യണം. അപ്പൊ വേസ്റ്റ് മാത്രമാണ് പോകുന്നത്. വേറെ കുയ്യിക്കാണ് നമ്മൾ വിടുന്നത്. ഓക്കെ, ഏറ്റവും അടിത്തട്ടിലുള്ള വേസ്റ്റ് ഇത് നമ്മൾ നേരത്തെ കണ്ട അവിടെ ഉള്ള ഓക്കെ വേസ്റ്റ് വരാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട കുഴിയിലേക്ക് തന്നെയാണ് പോണേ? അത് വേറെ കുഴിയൊക്കെ പോണേ. അപ്പൊ അതിന് കൺട്രോൾ ചെയ്യാൻ വാൽവ് ഇവിടെ ഉണ്ടല്ലേ? ഒന്ന് സ്റ്റോപ്പ് ചെയ്താൽ ഇത് വാൽവ് കൂടി തുറന്നാല് ആ കുയ്യിലേക്ക് പോകും. ഇത് ലോക്ക് ചെയ്യുകയും ചെയ്യും. ഓക്കെ. അപ്പൊ ഒന്ന് ഡയറക്റ്റ് ഡ്രൈനേജിക്ക് പോണതും ഒന്ന് ഡയറക്റ്റ് നമ്മൾ നേരത്തെ കണ്ട ഫിൽറ്റർ ചെയ്യാനുള്ള ടാങ്കിലേക്ക് പോകുന്നു, സ്റ്റോർ ചെയ്യാനുള്ള ടാങ്കിലേക്ക് പോകണം അല്ലേ? ഓക്കെ, നല്ലൊരു മെത്തേഡിനെ ചെയ്തിട്ടുള്ളത്. സംഭവം ഐഡിയപരമായിട്ടാണ് സംഭവം, അടിപൊളി. ഈ ഏരിയയിൽ എങ്ങനെ വേനൽക്കാലത്ത് വെള്ളത്തിന്റെ? നമുക്ക് കുഴലിൽ വെള്ളമുണ്ട്. സ്ഥിരമായിട്ട് 12 മണിക്കൂർ മോട്ടോർ ഓടുന്നുണ്ട്. ഇതുവരെ പ്രശ്നം വന്നിട്ടില്ല അല്ലേ? എന്നാലും നമ്മള് വെള്ളം പ്രയാസമുള്ള സ്ഥലം തന്നെയാണ്, പക്ഷെ കുഴലിൽ നമുക്ക് വെള്ളമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വെള്ളം കൺട്രോൾ ചെയ്തിട്ട് തന്നെയാണ് നിർത്തിയിട്ടുള്ളത് അല്ലേ? വെറുതെ അങ്ങോട്ട് ഒഴിവാക്കി കളഞ്ഞില്ല. അല്ലെങ്കിൽ കൃഷിക്കായിട്ടും മറ്റുള്ളതായിട്ടും ഉപയോഗിക്കുന്നുണ്ടല്ലേ? എത്ര ഉണ്ടാവും അറിയോ? എത്ര ഉണ്ടാവും ഇത്? 1 കിലോ 1.25 കിലോ ആ റേഞ്ച് ഉണ്ടാവും അല്ലേ? ഹംസാക്ക കുളത്തിൽ ഇറങ്ങിയിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 1.25 കിലോ ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? സൂപ്പർ മീനല്ലേ? കൊണ്ടായിരിക്കില്ല. വരാലല്ലെങ്കിലും നല്ല ടേസ്റ്റുള്ള മീനല്ലേ വരാല്? ഇതിപ്പോ പെല്ലറ്റ് ഫീഡ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വളർത്തല്ലേ? പെല്ലറ്റ് മാത്രം ഇട്ട് കൊടുത്തേ. ഓരോ വീടിന്റെ സൈഡിൽ തന്നെ. ഓക്കെ. ഓരോ കുളത്തിലും ഏകദേശം എത്ര മീൻ കുഞ്ഞുങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു? 300-350. അതായത് 25,000 ലിറ്റർ വെള്ള കപ്പാസിറ്റി ഉള്ള 25,000 കപ്പാസിറ്റി, പക്ഷേ 20,000 ലിറ്റർ വെള്ളം സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ എന്നാലും ഒരു 5 ഡയമീറ്റർ ടാങ്കിൽ 350 മീനായിട്ടുള്ളത് അല്ലേ? 350 മീൻ. 2 ഐറ്റത്തിൽ ഇട്ടുണ്ടല്ലേ? എങ്ങനെ ആദ്യം വിളവെടുപ്പ് കഴിഞ്ഞ സമയത്ത് ഒരു കുളത്തുനിന്ന് ഇപ്പൊ പലരും പറയാറുണ്ട് മീൻ കുഞ്ഞുങ്ങൾ പരസ്പരം തിന്നൊക്കെ പറയാറുണ്ട്. ട്രെയിനിങ് ചെയ്ത് വന്നിട്ടല്ലേ ഉള്ളൂ. ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലത്. ഇനിയിപ്പോ അടുത്ത വിളവെടുപ്പൊക്കെ ഓരോ വർഷം കൂടുന്നിടത്തോളം ചിലപ്പോ 350-400 വരെ കുഞ്ഞുങ്ങൾ വേണമെങ്കിൽ നമ്മൾ ഇട്ടിട്ടുള്ള സംഭവത്തിലേക്കൊക്കെ ആ രീതിക്ക് എത്തിക്കാൻ പറ്റണം നോക്കണല്ലേ? ഓക്കെ. തുലാസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേശ്ശെ മീൻ ഇതാ കരയിലേക്ക് കയറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സൈസുള്ള വരാലുകളുണ്ട്. ഇതാ എല്ലാതും ഒരേപോലെ സൈസല്ല. ചിലത് തീറ്റയുടെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ കറക്റ്റ് തീറ്റ കിട്ടാത്ത പ്രശ്നം കൊണ്ടോ ചിലത് സൈസ് കുറവുണ്ട്. വീണ്ടും കുളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഓരോ ടാങ്കിലും മീനുകളുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനുകൾ അവിടുന്ന് ഇവിടുന്നൊക്കെ എൻ്റെ മറിയണമൊക്കെ കാണുന്നുണ്ട്. ഒക്കെ വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. പക്ഷെ മീനുകൾ ചാടി പോകാത്ത രീതിയിൽ കണ്ടില്ല. ഈ ഒരു സെറ്റപ്പ് തന്നെ ചെയ്തില്ല. വരാലൊക്കെ വളർത്തുന്ന സമയത്ത് കണ്ടില്ല ഈ ഒരു ഷേപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തത് നല്ല ഉഷാറായിട്ടുണ്ട്. പിന്നെ ഓരോന്നിനും ഡോറ് സംവിധാനങ്ങൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് തുറക്കുക? ഇതന്നെ സിമ്പിളായിട്ട്
ഇതിങ്ങനെ തുറന്നു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുളത്തിൻ്റെ അകത്തെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഈ ടാങ്കിൽ നിന്നൊക്കെ വെള്ളം വറ്റിക്കുന്ന കാര്യത്തിൽ നെഗറ്റീവ് കണ്ടത് ഡ്രൈനേജ് വരുന്നുണ്ട്. ഡ്രൈനേജിൻ്റെ സെൻറ്റർ ഭാഗത്ത് വരുന്നത് ഇവിടൊക്കെ ചെറിയ ഹോളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള സംഭവങ്ങൾ ഇട്ടിട്ടുള്ള സംഭവമായിരിക്കും സെൻറ്ററിൽ സെറ്റ് ചെയ്യുന്നത്. കാരണം മീനുകളോ മീൻ കുഞ്ഞുങ്ങളോ പുറത്തേക്ക് പോകാത്ത രീതിയിലുള്ള, അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു വെള്ളം മാത്രമേ തള്ളുന്നുള്ളൂ പുറത്തേക്ക്. അപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ വന്ന സമയത്ത് അത് ഓപ്പൺ ആണെന്നുണ്ടെങ്കിലും വെള്ളം കുറേശ്ശേ പോകുന്നുള്ളൂ. പിന്നെ നമ്മൾ ഒരു സബ്മേഴ്സിബിൾ പമ്പ് ഉള്ളിലിട്ടിട്ട് വെള്ളം പുറത്തേക്ക് കണ്ടില്ല, അതാ ഇതുവഴി വെള്ളം പുറത്തേക്ക് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പോകുന്നതിനൊരു അളവുണ്ട് ഉണ്ടല്ലോ, ആ ഒരു അളവിലേ പോകുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിങ് നമുക്ക് ഇനി കുറച്ചും കൂടി വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇവിടെയൊക്കെയുള്ള ടാങ്കുകൾ നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെ സെയിം ഡിസൈൻ, ആ ഒരു പാറ്റേൺ തന്നെയാണ് ഇവിടെയൊക്കെ ടാങ്കുകൾ കാര്യങ്ങൾ കാണുന്നത്. ഇതിൽ മീൻ കാര്യങ്ങളില്ല, ഇതിലൊക്കെ മീൻ പിടുത്തം കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു വർഷത്തിനടുത്തായിട്ടായും തൊട്ട് ഇതിൽ മീൻ കുഞ്ഞുങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത്. ലോങ് ടൈമിൽ മത്സ്യകൃഷി ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടാങ്ക് പ്രോഫിറ്റബിൾ ആയിരിക്കും. പക്ഷേ ഈ ഒരു ടാങ്കിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. മറ്റേത് നമ്മൾ മെഷ് അടിച്ചിട്ട് അതിൽ പടുത് വിരിക്കുന്ന റൗണ്ട് ടാങ്കുകളുണ്ടല്ലോ, അതൊക്കെയാണെന്ന് നമുക്ക് സ്ഥലം മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിർത്താൻ അങ്ങോട്ടോ എവിടെയെങ്കിലുമൊക്കെ മൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത്തരത്തിലുള്ള ടാങ്കുകൾക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അത് മാത്രമാണ് ഒരു പോരായ്മയായിട്ട് കാണുന്നത്. പിന്നെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന സമയത്ത് നല്ലൊരു എമൗണ്ട് വരും, അതാണ് ഈ ടാങ്കിൻ്റെ മറ്റൊരിത്. എങ്ങനെയും കുഴപ്പമില്ല കേട്ടോ, ടാങ്കുകൾ സെറ്റപ്പാണ്. പിന്നെ 30 വർഷത്തോളം ടാങ്കുകൾക്ക് വാറൻറ്റി കാര്യങ്ങളൊക്കെ ഇത് ഉണ്ടാക്കി ടീം കൊടുത്തിക്കണമെന്നുണ്ടെങ്കിൽ അത് അത്രയും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു 5 ഡയാമീറ്റർ മെഷ് അടിച്ചുള്ള ടാങ്കിന് 50-55 റുപ്യ കോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ഇതിന് 1.10 വരുന്നുള്ളൂ, അതിൻ്റെ ഡബിളല്ലേ വരുന്നുള്ളൂ. പക്ഷേ ഇതൊന്നും കൂടി ലോങ് ടൈം കിട്ടാനുള്ള സാധ്യത ഉണ്ടല്ലോ. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് പ്രോഫിറ്റ് ആയിരിക്കുമെന്ന് വിചാരിക്കണേ. എങ്ങനെയാലും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ളതൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക.